അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇല കനാത്തി. പ്രിയ കുട്ടികളെ, ഇന്ന് നടന്ന 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. നഖ്റ ഉൽ ഫിക്ര വ നുജീബു അനിൽ അസ്ഇല. താഴെയുള്ള പാരഗ്രാഫ് നമുക്ക് വായിക്കാം, എന്നിട്ട് അവയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാം. കൈരള വിലായത്തുൻ ഫിൽ ഹിന്ദി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. യഹ്തഫിലു അഹ്ലു കേരള. കേരളത്തിലെ ആളുകൾ ആഘോഷിക്കുന്നു അൽ യൗമൽ അവൽ മിൻ ഷഹരി നവംബർ യൗമു മീലാദി കേരള. കേരള ജന്മദിനമായിട്ട്, കേരള പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നത് നവംബർ 1. തൊബിഅത്തു കേരള. കേരളത്തിൻ്റെ പ്രകൃതി ജമീലത്തുൻ ജിദ്ദൻ, വളരെ മനോഹരമാണ്. ഫിഹ, അതിലുണ്ട് അൻഹാറുൻ കെസീറ, ധാരാളം നദികളുണ്ട്. വ ഓബാത്തുൻ കെസീഫ, തിങ്ങി നിറഞ്ഞ കാടുകളുണ്ട്. വ ജിബാലുൻ ആലിയ, ഉയർന്ന പർവ്വതങ്ങളുണ്ട്. അർലുഹ ഖൽറാഉൻ, പച്ചപ്പ് നിറഞ്ഞ ഭൂമിയാണ്. സിറാഅത്തുഹ, അവിടത്തെ കൃഷികള് അൽ അർസു, നെല്ലുണ്ട്. വന്നറജീൽ, തെങ്ങുണ്ട്. വൽ ഖൽറാവാത്ത്, വെജിറ്റബിൾസുകളുമുണ്ട്. യഈഷുന്നാസു ഫിഹ, ജനങ്ങൾ അവിടെ ജീവിക്കുന്നത് ഫി ഉൽഫത്തിൻ വ മഹബ്ബത്തിൻ, വളരെ മഹബ്ബത്ത്, സ്നേഹത്തിലും, ഉൽഫത്ത്, ഇണക്കത്തിലുമാണ്. യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നുണ്ട്. അസ്സയ്യാഹൂൻ, ടൂറിസ്റ്റുകാർക്ക് ഇഷ്ടമാണ്. സിയാറത്ത കേരള, കേരളം സന്ദർശിക്കാൻ ഇഷ്ടമാകുന്നു. നഹ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ ജവാബ സ്വഹീഹ, ശരിയായ ഉത്തരം. വനക്തുബു, നമുക്ക് എഴുതുകയും ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മത, എപ്പോഴാണ് യുഹ്തഫലു ബിയൗമി മീലാദി കേരള, കേരള പിറവി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസം എപ്പോഴാണ്? നവംബർ 14, നവംബർ 14, യൂനിയു 5, ജൂൺ 5, യനായർ 26, ജനുവരി 26, നവംബർ 1. നവംബർ 1. ആൻസർ ദാലാണ്. നവംബർ 1 കേരള പിറവി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ബിമാ സ്വാറത്ത് തൊബിഅത്തു കേരള ജമീല. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയുള്ളതായി തീരുന്നത്? ബി സിയാറത്തി സയ്യാഹീൻ, ടൂറിസ്റ്റുകാരുടെ സന്ദർശനം കൊണ്ടാണോ? ബി ഉൽഫത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിലുള്ള പരസ്പര ഇണക്കം കൊണ്ടാണോ? ബി ഖുൽറത്തിൽ അർളി, ഭൂമിയിലെ പച്ചപ്പ് കൊണ്ടാണോ? ബിൽ മഹബ്ബത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹം കൊണ്ടാണോ? ആൻസർ ജീമാണ്, ബി ഖുൽറത്തിൽ അർള്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് ലൈസമിൻ സിറാഅത്തി കേരള, കേരളത്തിൽ കൃഷി ചെയ്യാത്തത് ഇവയിൽ ഏതാണ്? അത്തംബ്ര, കാരക്കയാണോ? അന്നറജീൽ, തെങ്ങാണോ? അൽ ഖൽറാവാത്ത്, വെജിറ്റബിൾസ് ആണോ? അൽ അർസ്, നെല്ലാണോ? ആൻസർ അലിഫാണ്, അത്തംബ്ര. അടുത്തത് നോക്കൂ. ബാ, നക്തുബു അൽ ജവാബ സ്വഹീഹ, ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് എഴുതണം. യഈഷു അഹ്ലു കേരള, കേരളത്തിലെ ആളുകൾ ജീവിക്കുന്നു. ഫിൽ ഉൽഫത്തി, പരസ്പര ഇണക്കത്തിലും. വൽ മഹബ്ബത്തി, പരസ്പര സ്നേഹത്തിലും. ഹൽ ഹാദ തസ്രീഹു, ഈ പ്രസ്താവനയാണോ? സ്വഹീഹുൻ അം ഖത്ഉൻ, ശരിയാണോ തെറ്റാണോ? ആൻസർ എന്താണ്? സ്വഹീഹുൻ, ശരിയാണ്. ഇഖ്തർ, നീ തിരഞ്ഞെടുക്കണം. മിനന്നസ്സി ജംഅ കലിമത്തി നെഹ്ർ വക്തുബ്ഹ, നീ ഈ ഫിക്രയിൽ നിന്ന് നെഹ്റിന്റെ ജംഅ കണ്ടെത്തണം, എന്നിട്ട് അവയെ എഴുതണം. നെഹ്റുൻ ജംഅ എന്താണ്? പുഴയുടെ ജംഅ അൻഹാറുൻ, നദികൾ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. നഖ്റ ഉൽ ഖിസ്വ, കഥ നമുക്ക് വായിക്കാം. വനസ്തഹ്രിജു, നമുക്ക് പുറത്തെടുക്കണം. അൽ അഫ്ആൽ അൽ മാദിയ, മാദിയായ ഫേലുകളും. വൽ മുലാരി, മുലാരി ആയ ഫേലുകളും കണ്ടെത്തണം.
യസ്കുനു ബാസിമുൻ, ബാസിമ് താമസിക്കുന്നു. ഫി ബൈത്തിൻ സൊളീരിൻ, ചെറിയ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ബൈത്തുഹു, അവന്റെ വീട്. ബിളഫത്തി നെഹ്രിൻ, നദിയുടെ തീരത്താണ്. ദാത്ത മസാഇൻ, ഒരു ദിവസം വൈകുന്നേരം. കാന ബാസിമു, ബാസിമായിരുന്നു. യജ്ലിസു, ഇരിക്കുകയായിരുന്നു. ഫി വാജിഹത്തിൽ ബൈത്ത്, വീടിന്റെ ഫ്രണ്ടിലായിട്ട്. റഅ ബിൻതൻ, ഒരു കുട്ടിയെ കണ്ടു. തറഖു ഫിന്നഹ്രി, നദിയിൽ മുങ്ങുന്നതായിട്ട്. ഫക്കറ ബാസിമുൻ, ബാസിമ് ചിന്തിച്ചു. മാതാ അഫ്അലു, ഞാൻ എന്താണ് ചെയ്യുക? വസബ ഇലൽ മാഇ, അവൻ വെള്ളത്തിലേക്ക് ചാടി. വ അൻകദഹ, അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കാലത്ത് ഉമ്മുഹു, അവന്റെ ഉമ്മ പറഞ്ഞു. നദ്ഹബു, നമുക്ക് പോകാം. ബിഹ, അവളെയും കൊണ്ട്. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. അൽ ഫിയലുൽ മാളി, മാളിയായ ഫിയല് നമ്മൾ എഴുതണം. അതേപോലെ അൽ ഫിയലുൽ മുളാരി, മുളാരിയായ ഫിയലും എഴുതണം. അൽ ഫിയലുൽ മാളി, മാളിയായ ഫിയലുകള് കണ്ടെത്തണം. അൽ ഫിയലുൽ മുളാരി, മുളാരി ആയ ഫിയലുകളും ഈ കഥയിൽ നിന്നും കണ്ടെത്തണം. മുളാരി ആയ ഫിയലുകൾ കണ്ടെത്താൻ അത്തൈന എന്നാണ് മുളാരിന്റെ ഫസ്റ്റ് ലെറ്ററിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ, അലിഫോ താഓ യാഓ നൂനോ ഫസ്റ്റിൽ വന്നാൽ അത് മുളാരി ആയ ഫിയല് ആയിരിക്കും. മാളിയായ ഫിയലുകൾ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങൾക്കാണ് മാളി എന്ന് പറയുക. ഫിയലു മാളി എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം കഴിഞ്ഞു പോയതാണ്. മുളാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നടക്കാൻ പോകുന്നതുമായ ഫിയലുകൾക്കാണ് ഫിയലു മുളാരി എന്ന് പറയുക. യസ്കുനു, ഇവിടെ ഫിയലു മാളി കണ്ടെത്തുകയാണെങ്കിൽ കാന, ആയിരുന്നു. കാന ഫിയലു മാളിയാണ്. അതേപോലെ റഅ, കണ്ടു. ഫക്കറ, ചിന്തിച്ചു. വസബ, ചാടി. അൻകദ, രക്ഷപ്പെടുത്തി. കാലത്ത്, പറഞ്ഞു. അതും ഫിയലു മാളിയിലാണ് എഴുതേണ്ടത്. ഫിയലു മുളാരിയിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത് നോക്കൂ. യസ്കുനു, താമസിക്കുന്നു അല്ലെങ്കിൽ താമസിക്കും. യജ്ലിസു, ഇരിക്കുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ ഇരിക്കും, രണ്ടർത്ഥത്തിൽ വരും. തവറക്കു, മുങ്ങുന്നു. അഫ്അലു, ഞാൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നാണ് അർത്ഥം. പിന്നെ അതിൽ വരുന്നത് നദ്ഹബു, നമുക്ക് പോവാം. ഇതൊക്കെ മുളാരി ആയ ഫേലിന്റെ താഴെയാണ് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നെസിലു, നമുക്ക് ചേർക്കാം. ബൈനൽ അമൂദൈനി, രണ്ട് ബോക്സുകളിലുള്ളവയെയും തമ്മിൽ യോജിച്ചവ നമുക്ക് ചേർത്ത് കൊടുക്കണം. താരീഖുൻ മൂജസുൻ ലിസ്സമൻ എന്ന ബുക്ക് ആരാണ് എഴുതിയത്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബുക്കാണ് താരീഖുൻ മൂജസുൻ ലിസ്സമൻ. ഷാഇറുൻ നീൽ, നൈലിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഹാഫിൽ ഇബ്രാഹിം. സയ്യിദാത്തുൽ ഖമർ എന്ന ബുക്ക് എഴുതിയത് ജൂഹൽ ഹാരിസിയാണ്. നേരെ ചേർത്ത് കൊടുക്കുക. ഇനി ബായിലെ പ്രവർത്തനം. നെഖ്താറുൽ ജവാബ അസ്വഹീഹ, ശരിയായ ജവാബ്, ഉത്തരം നമുക്ക് തിരഞ്ഞെടുക്കാം. മിനൽ മുറബ്ബഇ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ക്വയറിൽ നിന്ന്. വനുഖമ്മിലുൽ ഫറാഅ, വിട്ട ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കൂ. അസ്ബഹ, ആയിത്തീർന്നു, രാവിലെ ആയിത്തീർന്നു. സെരീഹൻ, വേഗത. അന, ഞാൻ. നെക്റഉ, നമുക്ക് വായിക്കാം. സോറൽ കിത്തോറു, ട്രെയിനായി തീർന്നു. ഡാഷ്. കാന, സോറ, അസ്ബഹ, ഹംസ, അല്ല, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. കാനയുടെ സഹോദരിമാരാണ്. ഇവക്ക് ആദ്യത്തെ ഇസ്മിന് ലൊം റഫ് ആയിരിക്കണം. രണ്ടാമതായിട്ട് വരുന്ന ഇസ്മിന് നെസ്ബ് തൻവീന് ആയിരിക്കണം. ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത് സെരിഅൻ എന്നാണ് ഇവിടെ യോജിച്ചത്. അടുത്തത് ഡാഷ് അൽ ബുസ്താനു ജമീലൻ, പൂന്തോട്ടം ഭംഗിയുള്ളത് ആയിത്തീർന്നു. അസ്ബഹ എന്ന് ചേർത്ത് കൊടുക്കണം. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. അൽ അബു, ഞാൻ കളിക്കുന്നു. ഖുറത്തൽ ഖദം, ഫുട്ബോൾ ആണ്, കളിയാണ് ഞാൻ കളിക്കുന്നത്. ഇവിടെ അൽ അബു, ഞാൻ കളിക്കുന്നു. ഇവിടെ ലൊമീർ, ഞാൻ എന്ന അർത്ഥത്തിൽ വരുന്നത് അനയാണ് വെച്ച് കൊടുക്കേണ്ടത്. അന അൽ അബു. അതുപോലെ നെഹിനു ഡാഷ് അദ്ദർസ,
ഞങ്ങൾ വായിക്കുന്നു എന്നാകുന്നു. നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. അവക്ക് ശേഷം വരുന്ന മുലാരി ആയ വേർഡിൻ്റെ ഫസ്റ്റ് നൂന് കൊണ്ട് തുടങ്ങണം. ഞങ്ങൾ എന്നർത്ഥം വരും. ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കാം. നഖ്റഉ ഖുത്ബത ശുക്രി, നന്ദി പ്രസംഗം നമുക്ക് വായിക്കാം. വനുഇദ്ദുൽ ബർനാമജ, പ്രോഗ്രാം നമുക്ക് തയ്യാറാക്കാം. അൽക ഹംദാനു, ഹംദാൻ നിർവഹിച്ചു. കലിമത ശുക്രി, നന്ദി പ്രസംഗം. ഫി ഹഫ്ലത്തി തസ്ലീമിൽ ബൈത്തിൽ ജദീദ്, പുതിയ വീടിൻ്റെ സമർപ്പണ മീറ്റിങ്ങിൽ നന്ദി പറഞ്ഞത് ഹംദാനാണ്. ഇഖ്റഉൽ ഖുത്ബ, പ്രസംഗം നമുക്ക് വായിക്കാം. വനുഇദ്ദുൽ ബർനാമജ, പ്രോഗ്രാം നമുക്ക് തയ്യാറാക്കാം. ഇഖ്വാനി അൽ അഇസ്സ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹലിയൻ, ഇപ്പോൾ. തമ്മ തസ്ലീമു ബൈത്തിൻ ജദീദ്, പുതിയ ഒരു വീടിൻ്റെ സമർപ്പണം നടന്നു. ബനാഹു, അത് നിർമ്മിച്ചത്. തുല്ലാബു മദ്രസത്തിന, ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഫി ആദിഹിൽ മുനാസിബത്തി, ഇതിനോടനുബന്ധിച്ച്. അഷ്കുറു, ഞാൻ നന്ദി പറയുന്നു. ലി വസീരിൽ മാലിയ, ധനകാര്യമന്ത്രി. അല്ലദി ഇഫ്തതഹൽ ഹഫ്ലത്ത്, ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ധനകാര്യമന്ത്രിക്ക് ഞാൻ നന്ദി പറയുന്നു. വ ഉഖദ്ദിമു ശുക്ര, നന്ദി ഞാൻ സമർപ്പിക്കുന്നു. ലി റഈസിൽ മജ്ലിസിൽ ഖറിയത്തി, പഞ്ചായത്ത് പ്രസിഡന്റിന്. അല്ലദി റഅസൽ ഹഫ്ല, ഈ മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനും ഞാൻ നന്ദി പറയുന്നു. ഖദ് അൽക ഉളുവു മജ്ലിസ് ഖറിയത്തി, പഞ്ചായത്ത് മെമ്പർക്കും. വ അമീനുൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറിക്കും. കലിമാത്തി തഹാനി, ആശംസകൾ അർപ്പിച്ച സ്റ്റാഫ് സെക്രട്ടറിക്കും പഞ്ചായത്ത് മെമ്പർക്കും ഞാൻ അഷ്കുറുഹുമാ ശുക്രൻ ജസീലൻ, വളരെയധികം നന്ദി അവർ രണ്ടുപേരോടും ഞാൻ പറയുന്നു. വ അഷ്കുറു ഐലൻ, വീണ്ടും ഞാൻ നന്ദി പറയുന്നു. ലിനാലിരിൽ മദ്രസത്തി അല്ലദി അൽക കലിമത്ത തർഹീബ്, സ്വാഗതം പ്രസംഗം നടത്തിയ HMനും ഹെഡ് മാസ്റ്റർക്കും ഞാൻ നന്ദി പറയുന്നു. വ അഷ്കുറുക്കും ജമീഅൻ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതിൽ നിന്നും അൽ ബർനാമിജ്, പ്രോഗ്രാം തയ്യാറാക്കണം. ഇവിടെ അത്തർഹീബ്, സ്വാഗതം ചെയ്തത് ആരാണ്? നാളിറുൽ മദ്രസ, HM ആണ് ഇവിടെ സ്വാഗതം പറഞ്ഞത്. അതുപോലെ അരിആസത്ത്, അധ്യക്ഷത വഹിച്ചത്. റഅസ, അധ്യക്ഷത വഹിച്ചത് ആരാണ്? റിആസത്ത്, അധ്യക്ഷത വഹിച്ചത് റഈസുൽ മജ്ലിസുൽ ഖറിയത്തി. അൽ ഇഫ്തിതാഹ്, ഉദ്ഘാടനം ചെയ്തത് വസീറുൽ മാലിയ, ധനകാര്യമന്ത്രിയാണ്. അത്തഹാനി, ആശംസകൾ അർപ്പിച്ചത് ഉളുവുൽ മജ്ലിസുൽ ഖറിയത്തി, പഞ്ചായത്ത് മെമ്പറും. വ അമീനുൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറിയുമാണ്. ഇവിടെ താഴെ നാളിറുൽ മദ്രസത്തി എന്ന് അവർ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പകരം അശുക്ർ എന്ന് ചേർത്ത് കൊടുക്കാം. ശുക്ർ, നന്ദി പറഞ്ഞത് ഹംദാൻ എന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം നഖ്റഉൽ ബയാന, നമുക്ക് വിവരണം വായിക്കാം. വനുഖ്മിലുൽ ഹിവാറ, കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഹദസത്ത് കാരിസത്തുൻ തൊബീഇയ്യ, പ്രകൃതി ദുരന്തം സംഭവിച്ചു. ഫിൽ ഖറിയത്തി, ഗ്രാമത്തിൽ. സ്വബാഹൽ യൗം, ഇന്ന് രാവിലെ ഒരു ഗ്രാമത്തിലെ പ്രകൃതി ദുരന്തം സംഭവിച്ചു. ഇൻഹദമത്ത്, തകർന്നു. അശറത്തു ബുയൂത്തിൻ, 10 വീടുകൾ തകർന്നു. വഫുകിദത്ത്, നഷ്ടപ്പെട്ടു. ഹയാത്തു അർബഅതി റിജാലിൻ, 4 പുരുഷന്മാരുടെ ജീവിതം നഷ്ടപ്പെട്ടു. വാജഹ അഹ്ലുൽ ഖറിയത്തി, ഗ്രാമത്തിലെ ആളുകൾ അഭിമുഖീകരിച്ചു. അൽ മഅ്സാത്ത, ഈ ദുരന്തം അഭിമുഖീകരിച്ചത്. ബിസിഖത്തിൻ നഫ്സി, വളരെ ആത്മവിശ്വാസത്തോടും. വത്തആവുനി, പരസ്പര സഹകരണത്തോടും കൂടിയാണ്. ജാഅ മുദവ്വിനു ഫീദിയോ, വ്ളോഗർ അവിടെ വന്നു. ഇലൽ ഖറിയത്തി, ആ ഗ്രാമത്തിലേക്ക് വന്നു. ലിതദ്വീനിൽ ഹാദിസ, ഈ സംഭവം വ്ളോഗ് ചെയ്യാൻ വേണ്ടി. ഫദാറ ബൈനഹു,
അവനിടയിലും വബൈന മുദീരിൽ മുക്കാത്ത ആ ജില്ലാ കലക്ടർക്കുമിടയിൽ നടന്നു ഹിവാറുൻ, ഒരു കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യണം. അൽ മുദവ്വിനു, വ്ളോഗർ പറയുകയാണ്, മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ് എന്ന് മുദീറുൽ മുക്കാത്ത ജില്ലാ കലക്ടറോട് പറഞ്ഞു. അപ്പം ജില്ലാ കലക്ടർ മസാ ഉന്നൂർ എന്ന് റിപ്ലൈ കൊടുത്തു. അൽ മുദവ്വിന് വീണ്ടും വ്ളോഗർ ചോദിക്കുകയാണ്, മതാ ഹദസത്തിൽ കാരിസ, ഈ ദുരന്തം നടന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു. മുദീറുൽ മുക്കാത്ത ജില്ലാ കലക്ടർ പറഞ്ഞു, സ്വബാഹൽ യൗം, ഇന്ന് രാവിലെയാണ്. അൽ മുദവ്വിന്, അപ്പോൾ ഈ വ്ളോഗർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അവിടെ ഡാഷാണ്. ഉത്തരമായിട്ട് ജില്ലാ കലക്ടർ പറഞ്ഞത് ഇൻഹദമത്ത് ഹശറത്തു ബുയൂത്തിൻ, 10 വീടുകളാണ് തകർന്നത്. എത്ര വീടുകളാണ് തകർന്നത് എന്ന് ചോദിക്കാൻ പറ്റും. കം അദദൽ ബുയൂത്ത അല്ലത്തി ഇൻഹദമത്ത്, എത്ര വീടുകളാണ് തകർന്നത്? അതിൻ്റെ ആൻസർ എന്താണ് പറഞ്ഞത്? 10 വീടുകളാണ് തകർന്നത്. ഇനി അൽ മുദവ്വിന് വീണ്ടും വ്ളോഗർ ചോദിക്കുകയാണ്, കം റജുലൻ, എത്ര പുരുഷന്മാരാണ് മാത്തഫിൽ കാരിസത്തി, ഈ ദുരന്തത്തിൽ മരിച്ചത്? മുദീറുൽ മുക്കാത്ത പറയാണ്, അർബഅത്ത റിജാലിൻ, 4 പുരുഷന്മാർ മരിച്ചു. അൽ മുദവ്വിനു, വ്ളോഗർ ചോദിക്കുകയാണ്, കൈഫ, എങ്ങനെയാണ് വാജഹ അഹ്ലുൽ ഖറിയത്തി, ഈ ഗ്രാമത്തിലെ ആളുകൾ അഭിമുഖീകരിച്ചത്, അൽ മഅ്സാത്ത്, ഈ ദുരന്തത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? മുദീറുൽ മുക്കാത്ത പറയാണ്, എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞത്. വാജഹ അഹ്ലുൽ ഖറിയത്തി അൽ മഅ്സാത്ത ബിസിഖത്തിൻ നഫ്സി, കോൺഫിഡൻസോട് കൂടിയും വത്തആവുനി, വളരെ സഹകരണത്തോടു കൂടിയുമാണ് ഈ ദുരന്തം അഭിമുഖീകരിച്ചത്. അത് കേട്ടപ്പോൾ മുദവ്വിൻ എന്താ പറഞ്ഞത്? ശുക്രൻ, നന്ദി പറഞ്ഞു. മുദീറുൽ മുക്കാത്ത അഫ്വൻ, വെൽക്കം എന്ന് പറഞ്ഞ് കോൺവെർസേഷൻ അവസാനിച്ചു. 6ാമത്തെ പ്രവർത്തനം നോക്കൂ. നെക്ര ഉൽ ഹിവാറ, കോൺവെർസേഷൻ നമുക്ക് വായിക്കാം. വനുഇദ്ദു, നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. മുദക്കിറത്ത ദാത്തിയ, സ്വന്തം നിലയിലുള്ള ഒരു കുറിപ്പ്. ആരെ കുറിച്ചാണ് പറയുന്നത്? സാഅത്തുൻ, വാച്ചും അതുപോലെ തന്നെ കിതാബും, ബുക്കുമാണ് തമ്മിലാണ് കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ വായിച്ചതിന് ശേഷം അവരെക്കുറിച്ച് ഒരു മുദക്കിറ തയ്യാറാക്കണം. ഫസ്റ്റ് നോക്കൂ, മർഹബൻ, സ്വാഗതം എന്ന് സാഅത്ത്, വാച്ച് പറയുകയാണ്. അത് കേട്ടപ്പോൾ എന്താണ് കിതാബ് പറഞ്ഞത്? അഹ്ലൻ ബിക, നിങ്ങൾക്ക് സ്വാഗതം, നിനക്ക് സ്വാഗതം. മൻ അൻതി, നീ ആരാണ്? യാ സ്വദീഖത്തി, എൻ്റെ കൂട്ടുകാരി, നീ ആരാണ്? വാച്ച് പറയാണ്, അന സാഅത്തുൻ, ഞാൻ വാച്ചാണ്. വ അൻത, നീയോ? കിതാബ് പറയാണ്, അന കിതാബുൻ, ഞാൻ ബുക്കാണ്. ഐന തസ്കുനീൻ, നീ എവിടെയാണ് താമസിക്കുന്നത്? വാച്ച് പറയാണ്, അസ്കുനു, ഞാൻ താമസിക്കുന്നത് അല ഐദിന്നാസ്, ജനങ്ങളുടെ കൈകളിലാണ് ഞാൻ താമസിക്കുന്നത്. ലിമ തസ്കിനീന അല ഐദിന്നാസി ദാഇമൻ, നീ ജനങ്ങളുടെ കൈകളിൽ എപ്പോഴും താമസിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാച്ച് പറയാണ്, ഉസാഇദുന്നാസ, ജനങ്ങളെ ഞാൻ സഹായിക്കും. ലിയഅരിഫൽ വഖ്ത, സമയം മനസ്സിലാക്കാൻ, സമയം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജനങ്ങളെ സഹായിക്കും. അപ്പോൾ ബുക്ക് ചോദിക്കുകയാണ്, മാ അഅ്ളാഉ ജിസ്മിക്കി, നിന്റെ ശരീരത്തിലെ അംഗങ്ങൾ എത്രണ്ണമാണ് എന്ന് ചോദിക്കുകയാണ്. നിന്റെ ശരീരത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ വാച്ച് എന്താണ് പറഞ്ഞത്? ലീ, എനിക്കുണ്ട് സലാസു അക്കാരിബിൻ, 3 സൂചികളാണ് എനിക്കുള്ളത്. വഹിയ, അത് തെജ്രി കുല്ല വക്തിൻ, എല്ലാ സമയത്തും അത് സഞ്ചരിക്കുന്നു. ലിമാദ, എന്തുകൊണ്ടാണ്? അൻത സെമീനുൻ യാ അഹി, എൻ്റെ സഹോദര, നീ തടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ബുക്ക് പറയാണ്, ലീ, എനിക്കുണ്ട് സുഹുഫുൻ അദീദ, എണ്ണമറ്റ പേജുകൾ എനിക്കുണ്ട്. അഹ്മിലു, ഞാൻ വഹിക്കുന്നു. ഉലൂമൻ കസീറ, ധാരാളം അറിവുകൾ ഞാൻ വഹിക്കുന്നു. ഐന തസ്കുനു, നീ എവിടെയാണ് താമസിക്കുന്നത് എന്ന് വാച്ച് ചോദിക്കുകയാണ്. അപ്പൊ ബുക്ക് പറയാണ്, അസ്കുനു, ഞാൻ താമസിക്കുന്നത് ഫി റഫിൽ മക്തബത്തി, ലൈബ്രറിയുടെ ഷെൽഫിലാണ് ഞാൻ താമസിക്കുന്നത്.
ഷെക്ലുക്കി നിന്റെ രൂപം ഇറത്തു വൃത്തത്തിലുള്ള നിന്റെ ഈ രൂപം ജമീലുൻ ജിദ്ദൻ വളരെയധികം ഭംഗിയുള്ളതാണ്. ഷെക്ലുക്കൽ മുറബ്ബഉ ഐളൻ ജമീലുൻ ജിദ്ദൻ നിന്റെ സ്ക്വയറിലുള്ള രൂപവും നല്ല ഭംഗിയുണ്ട്. അത് കേട്ടപ്പോൾ കിതാബ് പറയാണ്, ശുക്രൻ യാ ഹബീബത്തി, എൻ്റെ പ്രിയപ്പെട്ടവളെ നിനക്ക് നന്ദി. മഅസ്സലാമ, ഗുഡ് ബൈ എന്ന് പറയാണ്. ഫി അമാനില്ല, അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് കോൺവെർസേഷൻ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്കിനെ കുറിച്ചും അതുപോലെ തന്നെ സാഅത്തിനെ കുറിച്ചും ഒരു മുദക്കിറ ദാത്തിയെ എഴുതണം ഇതിലെ സെന്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ നോക്കൂ, അന സാഅത്തുൻ, ഞാൻ വാച്ചാണ്. ഇനി ബാക്കി നമ്മൾ ചേർത്ത് കൊടുക്കണം. അസ്കുനു അല ഐദിന്നാസ്, ജനങ്ങളുടെ കൈകളിലാണ് ഞാൻ ഇരിക്കുന്നത്, അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉസാഇദുന്നാസ, ജനങ്ങളെ ഞാൻ സഹായിക്കുന്നു. ലി അരിഫൽ വഖ്ത, സമയം മനസ്സിലാക്കാൻ. ലി എനിക്കൊണ്ട്, സലാസു അകാരിബിൻ 3 സൂചികളുണ്ട്. വഹിയ തജ്രി കുല്ല വഖ്തിൻ, എല്ലാ സമയത്തും അത് സഞ്ചരിക്കുന്നു. ഷെക്ലി എൻ്റെ രൂപം, ജമീലുൻ ജിദ്ദൻ എന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ ബുക്കിനെ കുറിച്ച് എഴുതണം. അന കിതാബുൻ, ഞാൻ ബുക്കാണ്. ലീ എനിക്കുണ്ട്. സുഹുഫുൻ അദീദ, എണ്ണമറ്റ പേജുകൾ. അഹ്മിലു ഉലൂമൻ കസീറ, ധാരാളം അറിവുകൾ ഞാൻ വഹിക്കുന്നു. അസ്കുനു, ഞാൻ താമസിക്കുന്നു. ഫി റഫിൽ മക്തബ, ലൈബ്രറിയുടെ ഷെൽഫിലാണ് ഞാൻ താമസിക്കുന്നത്. ഷെക്കിലി മുറബ്ബഉൻ എന്ന് അതിലുണ്ട്, സ്ക്വയർ രൂപമാണ് എൻ്റേത് എന്ന് അതിലുണ്ട്. അതും ചേർത്ത് കൊടുത്താൽ മുദക്കിറ ദാത്തിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.